2009 വെറും 5% ഒരു പാർട്ടി ഇന്ന് ഏകദേശം 20% വോട്ട് ഷെയറുള്ള ഒരു പാർട്ടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറി. അതിന്റെ അർത്ഥം എല്ലായിടത്തും ഈ പാർട്ടി വളരുന്നുണ്ട്. എല്ലാവർക്കും മോദിജിയിൽ വളരെ വിശ്വാസമുണ്ട്. അത് കാരണം അതല്ലാത്ത അഭിപ്രായം ഉള്ളവരും ഉണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾ തിരസ്കരിക്കുന്ന അഭിപ്രായങ്ങളാണ്. താങ്കളുടെ കുടുംബത്തിലോട്ട് ബി.ജെ.പി കിട്ടും? ലോകത്തിലെ എല്ലാ കുടുംബത്തിൽ നിന്നും വോട്ട് കിട്ടുന്നതൊക്കെയാണ് പ്രശ്നം. ഈ FCR ഒരു വെല്ലുവിളിയാണോ ബി.ജെ.പി? FCR വിഷയം എന്ന പ്രതിപക്ഷ പാർട്ടികൾ ഒരു വിഷയമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിൽ ഒരുപാട് വശങ്ങളുണ്ട്. ഇപ്പോൾ ഈ FCR ബില്ലിന്റെ ഒരു ഡിസ്കഷൻ ഇല്ലാതെ അത് പാർലമെന്റിൽ പാസ്സാക്കുന്നില്ലെന്നുള്ളത് ശ്രീ കിരൺ റിജിജു വളരെ വ്യക്തമായ ഒരു നയം പറഞ്ഞു. പക്ഷെ ഇതിന്റെ മറ്റ് വശങ്ങൾ നോക്കുമ്പോൾ ഇന്ന് ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ കുറച്ചു നാൾ മുമ്പ് ഒരു വഖഫ് അമെന്റ്മെന്റ് ആക്ട് ഉണ്ടായി. ഇപ്പൊ പാസ്സായിട്ട് ഏകദേശം 1 കൊല്ലമായി. പക്ഷെ ആ വഖഫ് അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ ഇതേ പ്രതിപക്ഷം തന്നെ പറഞ്ഞിരുന്നു ഒരു സമുദായത്തിന്റെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകാനുള്ള ഒരു ആക്ട് ആണെന്നൊക്കെ. പക്ഷെ അത് കാരണം ഇന്ത്യയിലുള്ള ഒരാളുടെയും ഒരു ലാൻഡും പോയിട്ടില്ല. അതുപോലെ 4-5 വർഷങ്ങൾ മുമ്പ് CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് അത് കൊണ്ടുവന്നപ്പോൾ ഇന്ന് ഈ വളമുണ്ടാക്കുന്നവര് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് ഒരു സമൂഹത്തിലുള്ളവരുടെ സിറ്റിസൺഷിപ്പ് പോകുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ത്യയിലുള്ള ഒരു പൗരന്റെയും സിറ്റിസൺഷിപ്പ് ഒന്നും പോയിട്ടില്ല. പക്ഷെ അയൽ രാജ്യങ്ങളിലുള്ള ചില പ്രോസിക്യൂട്ടഡ് ആയിട്ടുള്ള മൈനോറിറ്റീസിന് ഇന്ത്യക്ക് അഭയം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ഈ FCR ആക്ട് കൊണ്ടുവന്നതും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പേർ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരുപാട് ബോർഡർ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പം കാശ്മീരും പഞ്ചാബും നോർത്ത് ഈസ്റ്റും ഇവിടെയൊക്കെ ഒരുപാട് NGOകൾ ചിലതൊക്കെ ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ഇന്റർനാഷണൽ പ്രസൻസ് ഉള്ള NGOകളുമാണ്. പക്ഷെ അവർ ഫോറിൻ ഫണ്ട് വാങ്ങിക്കും. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളല്ല അതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരുപാട് നാഷണൽ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ദേശവിരുദ്ധമായ പല കാര്യത്തിലും ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ ഇപ്പം ഒരു ബിസിനസ് ചെയ്യുന്നവരായാലും ഇൻഡിവിജ്വൽ ആയാലും ഒരു കോർപ്പറേറ്റ് ആയാലും അവർക്ക് പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ ചില നോംസ് ഉണ്ട്. ഒരു NGOസിന് പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരുമ്പോൾ NGOയുടെ ബൈലൈൻസിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിന് മാത്രമേ ഫണ്ട് ഉപയോഗിക്കാവൂ. പക്ഷെ അതല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ലൈസൻസ് ക്യാൻസൽ ആകും. അത് റിയാലിറ്റിയാണ്. പക്ഷെ ഇതെല്ലാം പല കാരണങ്ങൾ കണ്ടുകൊണ്ട് ഇതൊരു ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി കൺസേൺ കാരണം കൊണ്ടുവന്ന ഒരു ബില്ലാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മതത്തിനെതിരെയോ ഇത് ഒരു മതത്തിനെ അല്ലെങ്കിൽ മതങ്ങളെ ടാർഗറ്റ് ചെയ്യാനൊന്നും കൊണ്ടുവന്ന ഒരു ബില്ലേ അല്ല. ഇതിന് മറ്റ് കൺസേൺസ് ആണുള്ളത്. പക്ഷെ ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇന്ന് പണ്ട് ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ച് പറഞ്ഞ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതുപോലെ വഖഫ് അമെന്റ്മെന്റ് ബില്ലിനെ കുറിച്ച് വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതേ പ്രതിപക്ഷം ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് ഈ പ്രതിപക്ഷം പറഞ്ഞ മനസ്സിലാക്കാം. പക്ഷേ ഈ അത്തരമായ ബിഷപ്പുമാരൊക്കെ എന്തിനാണ് കൺസേൺസ് ജെന്യൂനാണ്. ഒരു പുതിയൊരു നിയമം ഉണ്ടാകുമ്പോൾ അതിന്റെ കുറിച്ച് പലർക്കും കൺസേൺസ് കാണും. ഇതുമായിട്ട് നമ്മൾ സമ്മതിക്കും. കാര്യങ്ങൾ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് നമ്മൾ അവരുടെ കൺസേൺസ് എല്ലാം നമ്മൾ എന്തുകൊണ്ട് ഈ ബില്ല് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കും. തീർച്ചയായിട്ടും അവർക്ക് അത് 100% നമ്മൾ നല്ല ഉദ്ദേശത്തോട് കൂടിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അവർക്ക് അത് കഴിയുമ്പോൾ മനസ്സിലാവും. ബില്ലിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കും. ബിൽ നല്ല ബില്ലാണ്. അത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് NDA സർക്കാർ കൊണ്ടുവരുന്നത്. എയിംസിന്റെ നോംസ് അനുസരിച്ച് സംസ്ഥാനം 3 സ്ഥലങ്ങൾ 3 ഓപ്ഷൻസ് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണം. ഇതുവരെ അത് കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ഓപ്ഷൻ ഏതാണ്ടായി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പ്രോസസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിന് ഒരു എയിംസ് 100% ഗ്യാരണ്ടി ആണ്. കോഴിക്കോടേക്ക് ആദ്യകാലഘട്ടത്തില് സർക്കാർ നിർദ്ദേശമായി നൽകിയില്ല. 3 സ്ഥലങ്ങൾ കൊടുക്കണമെന്നാണ് സർക്കാരിന്റെ നോംസ്. നിങ്ങൾ അനുവദിച്ചാൽ 1 മണിക്കൂറിന് ശേഷം തന്നെ സ്ഥലം പ്രഖ്യാപിക്കാൻ സർക്കാർ പറഞ്ഞിട്ട്
അനുവദിക്കുന്നതിന് നോംസ് ഈ സ്ഥലം കണ്ടെത്തി കൊടുത്തതിന് ശേഷവും ഇത്രയും കാലം 11 കൊല്ലമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ഇടയ്ക്ക് കോടതി വരെ ഒരു ഇടപെട്ടുള്ള പരാമർശം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ട് നിങ്ങൾ ഈ ഗ്യാരണ്ടി നടപ്പാക്കുന്നില്ലല്ലോ. സുരേഷ് ഗോപി അടക്കം പറഞ്ഞതാണ്. 2014 ഇന്ത്യയിൽ എല്ലാം കൂടെ 7 എയിംസേ ഉണ്ടായിരുന്നു. 47 തൊട്ട് ഇന്ത്യയുടെ ആദ്യത്തെ 67 വർഷത്തിൽ 7 എയിംസേ ഉണ്ടായിരുന്നുള്ളൂ. 25 എയിംസ് നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്പർ ഓഫ് എയിംസ് ഏകദേശം 3 ഇരട്ടിയിൽ കൂടുതലായി. കേരളത്തെ ഓടിച്ചതാണ്. എന്തായാലും നോംസ് ഫോളോ ചെയ്യണം. നോംസ് ഫോളോ ചെയ്ത ആർക്കും കാര്യങ്ങൾ നടക്കില്ല. നിയമം എല്ലാവർക്കും ഒന്നാണ്. SCR നിയമം നല്ല നിയമം എന്നാണ് BJP പറയുന്നത്. ഈ ക്രൈസ്തവ സഭകളൊപ്പം രാഷ്ട്രീയം കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയം അതിന്റെ ഒരു നോർമലാണ്. ഞാൻ പറഞ്ഞല്ലോ, സഭകളിൽ രാഷ്ട്രീയം കാണിക്കുന്നു. ചിലവർ രാഷ്ട്രീയം തീർച്ചയായിട്ടും കാണുന്നു. ഇപ്പോൾ തന്നെ മാതൃഭൂമിയിലെ ക്രിസ്ത്യൻ അക്കൗണ്ടുകൾ ബ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ആശങ്ക സ്വാഭാവികമാണ്. അത് ദൂരീകരിക്കാൻ ഈ ഇലക്ഷൻ കാലത്ത് എങ്ങനെ BJP അല്ലെങ്കിൽ ചെയ്യും? BJP കൊണ്ടുവരുന്ന ഇലക്ഷൻ ഓറിയന്റഡ് ബില്ലല്ലേ. നമ്മുടെ ഇലക്ഷൻ കാലമാകുമ്പോൾ ഈ ആശങ്കകൾ പരിഹരിക്കാൻ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ തീർച്ചയായിട്ടും വരും. ബില്ല് കൊണ്ടുവന്ന ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ലോ ആൻഡ് ഓർഡർ, നാഷണൽ സെക്യൂരിറ്റി കൺസേൺസും എല്ലാം കണ്ടുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു ബില്ലാണ്. ഒരുപാട് വശങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ആശങ്കയുള്ളവരുമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇത് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടും ഓണസ്റ്റും ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ BJP നേതാക്കൾ ഇപ്പൊ നടത്തുന്നു. അതിന്റെ റിസൾട്ട് നമ്മൾ കാണും. കേരളത്തിലെ ക്രൈസ്തവരുടെ കൂടെ പ്രമുഖരായാണ് BJP സ്വാഭാവികമായി സഭകളുടെ അധ്യക്ഷന്മാരുടെ ഈ ആശയങ്ങൾ ബില്ല് പാസ്സാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് മുമ്പ് കേൾക്കേണ്ടതല്ലേ? ഓരോ ബില്ല് കൊണ്ടുവരുമ്പോൾ ഇത് പാർലമെന്റിൽ ഇതുവരെ വെച്ചിട്ടില്ലല്ലോ. ഇനിയാണിപ്പം സംസാരിക്കാൻ പോകുന്നു. അങ്ങനെ ഈ സഭാധ്യക്ഷന്മാർ ചർച്ച ചെയ്യുക, അന്ന് സംബന്ധിച്ച് അവരുടെ ആശങ്കകളായിട്ട് ഇതിനുവേണ്ടി ഇടപെടൽ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ ഇതുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് ചർച്ച ചെയ്യുന്നു. ഈ 2 സിലിണ്ടറൊക്കെ നൽകുമെന്ന് പറയുന്നത് നമ്മൾ ഈ സബ്സിഡി തന്നെ കേന്ദ്രം തന്നുകൊണ്ടിരുന്നു. പിന്നീട് അത് ഇല്ലാതായി. ഇപ്പോഴേ ആകെ പാചകവാതകം കിട്ടുന്നില്ല, വലിയ ക്ഷാമകാലമാണ്. അപ്പൊ ആ സമയത്ത് 2 സിലിണ്ടർ എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അത് വോട്ട് തട്ടുന്ന ഒരു തന്ത്രമല്ലേ എന്ന രീതിയിൽ ഉന്നയിച്ചത്. കഴിഞ്ഞ 11 വർഷം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏകദേശം 300-ലധികം സ്കീമുകൾ ഈ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് ഏകദേശം 7 കോടി വീടുകളാണ് ഇപ്പം സാങ്ഷനായത്. അതുപോലെ ജൽജീവൻ മിഷൻ ഏകദേശം 12 കോടി ബെനിഫിഷ്യറീസ് ആണ്. ഇതിനേക്കാൾ വലിയ സ്കെയിലിൽ 100 കണക്കിന് സ്കീമുകൾ ഇന്ത്യയിൽ BJP സർക്കാരുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതും അതിന് കാരണം ഒരു സൈഡിൽ ഗ്രോത്തും മറ്റേ സൈഡിൽ എംപവർമെന്റും ചെയ്യാനുള്ള ഒരു സാഹചര്യമുള്ള കാരണം കേരളത്തിൽ കുറെ നാളായിട്ട് വികസനം മുരളിപ്പാണ്. കാരണം മറ്റു പാർട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. റോഡ് ഇപ്പൊ കർണാടക അല്ലെങ്കിൽ ഹിമാചൽ അല്ലെങ്കിൽ പറഞ്ഞ എക്സാമ്പിൾ ഉദാഹരണങ്ങൾ വളരെ എവിഡന്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഈ ഹിമാചൽ പ്രദേശിലും കർണാടകത്തിലും ഒക്കെ കോൺഗ്രസ് പാർട്ടി ഇതുപോലെ ഇതിനേക്കാൾ വലിയ വെൽഫെയർ സ്കീമുകളൊക്കെ പ്രഖ്യാപിച്ചതാണ്. പക്ഷെ ഇന്ന് അവർക്ക് സർക്കാർ എന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു സാഹചര്യം പോലും അവർക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 5-6 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇൻഡസ്ട്രിയൽ ഹബും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാർട്ടിക്ക് ഒരു പൊളിറ്റിക്കൽ ബില്ലുണ്ട്. അതോടൊപ്പം ഇത് വലിയൊരു എംപവർമെന്റ് സ്കീം അല്ല. ഇന്ന് ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു എംപവർമെന്റ് സ്കീമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ LPG-യുടെയും ഗ്യാസിന്റെയും ഒക്കെ ഷോർട്ടേജ് അതൊരു ഗ്ലോബൽ ഫിനോമിനനാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം മിഡിൽ ഈസ്റ്റ് വലിയൊരു സിറ്റുവേഷൻ ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും അതിൽ എഫക്റ്റഡ് ആണ്. ഇന്ത്യ മാത്രമല്ല എഫക്ട്. പക്ഷെ ഏറ്റവും കുറവ് എഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നും ഇന്ത്യ. ശ്രീ നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിന്റെ സുസ്ഥിരമായ ഭരണം കാരണമുള്ള ഒരു നേട്ടമാണ്. ചെറുതായിട്ട് എല്ലാവരും ലോകത്തുള്ള എല്ലാവരും ഉള്ളൊരു പ്രശ്നമാണത്. ഈ ജൽജീവൻ മിഷൻ ഇപ്പൊ കേന്ദ്രത്തിന്റെ കുടിശ്ശികയുണ്ട്, നല്ല രീതിയിൽ കുടിശ്ശികയുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ കഴിഞ്ഞ ദിനത്തിൽ ഒരു ജില്ല കാശ് പോലും അതിനെ വൈകിട്ട് പോലും ഇപ്പൊ എങ്ങനെയാണ് ഈ കുടിവെള്ളത്തൊക്കെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ എല്ലാ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലും ഒരു പാർട്ടി കേന്ദ്രവും മറ്റേ പാർട്ടി സംസ്ഥാനമാണ് തരുന്നത്.
സംസ്ഥാനത്തിന് അതിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ പ്രോജക്ട് സ്ലോ ആവും. കേന്ദ്ര സർക്കാരിന്റെ വിഷയമല്ല.